സായിയുടെ വൈഫ് സ്നേഹയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അവിടെ സ്നേഹ വന്നിരുന്ന് സായിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. പുറത്തുള്ള കാര്യങ്ങളെല്ലാം സ്നേഹയ്ക്കറിയാം. ഇവിടെ വന്നിട്ട് ഗെയിം കളിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അവിടെ സ്നേഹയുടെ ചോദ്യം. അപ്പോൾ അവിടെ സ്നേഹയുടെ അടുത്ത് പറയുന്ന മറുപടി സായി എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഗെയിം ഒന്നും വേണ്ട, എനിക്ക് ഇത് മതി എന്നുള്ളതാണ് പറയുന്നത്. ഞാനിവിടെ അത്യാവശ്യം ഗെയിം കളിക്കുന്നുണ്ട്, അത് മതി എന്നാണ്. അപ്പോൾ സായിയുടെ അടുത്ത് സ്നേഹ പറയുന്നുണ്ട്, പുറത്ത് അങ്ങനെയല്ല പറയുന്നത്, നിങ്ങളൊന്നും കളിക്കുന്നില്ല എന്നാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് സ്നേഹയ്ക്ക് അറിയാം പുറത്ത് അങ്ങനെയാണ് കളിയാക്കുന്നത് സായി എന്നുള്ളത്. ഒരു ഗെയിമും കളിക്കുന്നില്ല, വെറുതെ അവിടെ കുത്തിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് പുറത്ത് കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അറിയാവുന്ന സ്നേഹയ്ക്ക് അവിടെ ചെന്നിട്ട് ഒരു ക്ലൂ കൊടുക്കണം അവിടെ സായിക്ക്. അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു ക്ലൂ അവിടെ സായിക്ക് കൊടുത്തത്. പക്ഷെ സായി പറയുന്നത് അവിടെ ജീവിതത്തെ കുറിച്ചാണ്. സായി എന്ന വ്യക്തിയെ എനിക്ക് തിരിച്ചു കിട്ടി. സീക്രട്ട് ഏജന്റ് എന്നുള്ള ആ വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് എനിക്ക് എൻ്റെ ഭാര്യയെ സ്നേഹിക്കാൻ, എൻ്റെ വീട്ടുകാരെ സ്നേഹിക്കാൻ എല്ലാം എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. നീ എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടില്ല, ഒരു 3 മിനിറ്റ് സമയമെങ്കിലും നിനക്ക് വേണ്ടി തരാനായിട്ട്, അത് എനിക്ക് ഇനി തരാനായിട്ട് എനിക്ക് കഴിയും എന്നൊക്കെ അവിടെ സായി പറയുന്നുണ്ട്. സത്യത്തിൽ സ്നേഹ അവിടെ പറയുന്നുണ്ട്, ഞാൻ അമ്മയും തമ്മിൽ ഒരു പ്രശ്നമില്ല, അച്ഛൻ എപ്പോഴും ഫോൺ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ല, അതൊക്കെ വിട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സോഷ്യൽ മീഡിയയിൽ വരുന്നൊരു കാര്യമായതുകൊണ്ട് സ്നേഹ അത് പരമാവധി മറച്ചു പിടിക്കാൻ തന്നെ ശ്രമിക്കുന്നുണ്ട്. അത് വീട്ടിൽ വന്നിട്ട് സംസാരിക്കാം, സോൾവ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സ്നേഹ. പക്ഷെ സായി പറയുന്നത്, എനിക്കിവിടെ വെച്ച് പറയാനായിട്ട് ഒരു മടിയുമില്ല. അതായത് ഒരുപാട് എനിക്ക് തോന്നുന്നു അവരുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് അവിടെ അമ്മയും സ്നേഹയുമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, സായിയും സ്നേഹയുമായിട്ടും എന്ന് വെച്ചാൽ ജീവിതത്തിൽ സമയമില്ലാത്തൊരു പ്രോബ്ലം. ഈ സീക്രട്ട് ഏജന്റ് എന്നുള്ള ലെവലിൽ വീഡിയോസ് ചെയ്യാനും കാര്യങ്ങൾ കണ്ടെത്താനും ഒക്കെ നടക്കുന്നതിനിടയിൽ അവിടെ ജീവിതം മറന്നുപോയ ഒരു സായി ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ സായിയാണ് ഇപ്പോൾ തിരിച്ചു കിട്ടിയെന്ന് സായി തന്നെ പറയുന്നത്. ഭാര്യയെ ഒരുപാട് സ്നേഹിക്കണം, വീട്ടുകാരെ സ്നേഹിക്കണം, കുടുംബത്തോടൊപ്പം സമയം ചെലവിടണം, ആ ഒരു രീതിയിലുള്ള സായിയിലേക്കാണ് സായിക്ക് മാറ്റം വന്നു എന്ന് സായി പറയുന്നത്. എനിക്കതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് തോന്നിയത്. ഒരുപാട് പേര് ആ കാര്യമൊക്കെ പറഞ്ഞിട്ട് സായിനെ ട്രോളുന്നതും കളിയാക്കുന്നതൊക്കെ കണ്ടു. പക്ഷെ സായിക്ക് അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ജീവിതത്തിലെ വലിയൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ ഗെയിം എന്നതിലുപരി ഗെയിം കളിക്കാനാണ് അവിടെ വന്നതെങ്കിൽ പോലും അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിപ്പെടുമ്പോൾ സ്വന്തം ജീവിതം തിരിച്ചെടുക്കാൻ കഴിയുക, സ്വന്തം തെറ്റുകൾ തിരിച്ചറിയുക, ആ തെറ്റുകൾ തിരുത്താനായിട്ട് കഴിയുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.